ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പോണത് ഷോപ്പിങ്ങിന് വേണ്ടിയാണ്. വേറെ ഒന്നുമല്ല, ഫെബ്രുവരി 16 ഞങ്ങൾക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ട പാടെ തന്നെ ഓൻ അവിടെ നിന്ന് മറിഞ്ഞു വന്നു കേട്ടോ. ഗേറ്റ് തുറന്ന പാടെ തന്നെ ഞങ്ങൾക്കൊരു ഓട്ടോറിക്ഷ കിട്ടി. അങ്ങനെ അതിൽ ഞങ്ങൾ കയറിപ്പോയി. അപ്പോൾ അമ്മായിൻ്റെ മോൻ്റെ കല്യാണമാണ് ഫെബ്രുവരി 16. അതിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോണത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി. തെയ്യാല റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താന്നൂർ വരെ വണ്ടി പോവില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ വരെ നടക്കണം. എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടാണ് ഗേറ്റ് അടിച്ചുകൊണ്ട്. ഏകദേശം പണിയൊന്നും തീർന്നിട്ടില്ല, ഇനിയും കുറേ പണികൾ തീരാനുണ്ട്. അപ്പോൾ അവിടുന്ന് കുറേ നടക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയ പാടത്തന്നെ തിരൂർ ബസ് കിട്ടി. ഞങ്ങൾ തിരൂർക്കാണ് പോണത് ഡ്രസ്സ് എടുക്കാൻ. ഇതാണ് ദേവദാർ പാലം. ദേവദാറിൻ്റെ അവിടുന്ന് മാമയും കുട്ടികളും കയറാണ്ടായിരുന്നു. അങ്ങനെ അവർ കണ്ട പാടി തന്നെ ഓന് ഓരോന്ന് പറഞ്ഞ് മുഖം മാറ്റിയായിരുന്നു. അപ്പോൾ ഇതാണ് തിരൂർ താഴെ പാലം. നല്ല ഭംഗി തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇവിടെ തന്നെയാണ് തിരൂർ സ്റ്റേഡിയം ഉള്ളത്. എല്ലാവർക്കും ഇരിക്കാനുള്ള നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ തിരൂർ ബസ് സ്റ്റാൻഡ് എത്തി. നല്ല വലിയ ബസ് സ്റ്റാൻഡാണിത്. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി. നല്ല വെയിലുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് തിരൂർ ഫാമിലിയിലോട്ടേക്ക്. അപ്പോൾ ഇതാണ് തിരൂർ ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കയറി. അപ്പം നല്ല സ്വീകരണമാണ് ഇവർ തരാറുള്ളത്. അപ്പം നല്ല ബ്രൈഡിനൊക്കെ പറ്റിയ ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ നല്ല വെയിലുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം മാത്രം കുടിച്ചിട്ടുള്ളൂ. ആദ്യം ഉമ്മാക്കും മേമക്കും വേണ്ടി ഡ്രസ്സ് എടുക്കാനായിട്ട് സെക്കൻഡ് ഫ്ലോർക്ക് പോയിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മാക്കും മേമമ്മക്ക് ഡ്രസ്സ് കിട്ടി. അപ്പം ഞാൻ എനിക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ നോക്കിയിരുന്നു. അങ്ങനെ ഞാൻ ഉമ്മാൻ്റെ ഇതൊക്കെ വാങ്ങിച്ച് കാണാൻ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അപ്രത്യക്ഷമായിട്ട് അങ്കിളുടെ മോനൊക്കെ കണ്ടായിരുന്നു. അതിന് ഞാൻ ആ ഡ്രസ്സൊന്നും കിട്ടാത്ത ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം വീണ്ടും ചെമ്മാടുള്ള ലൂമിക വെഡ്ഡിങ് സെൻറ്ററിലേക്കാണ് ഞാൻ വന്നിരുന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരുന്ന ടൈമിൽ ഞാൻ ഒന്ന് സെലക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സ്. അങ്ങനെ ഇപ്പോൾ ഡ്രസ്സിൻ്റെ ക്യാഷ് അടയ്ക്കണത്. അപ്പം ഞാനാണ് ഡ്രസ്സ് വാങ്ങിച്ചിരുന്നത്. അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് ലൂമിക വെഡ്ഡിങ് മോള്. അപ്പം നെറ്റിൻ്റെ ഷോളായതുകൊണ്ട് ഞാൻ ഷോളിന് വേണ്ടി പരാഗ് കയറിയിരുന്നു. എനിക്ക് ഷോളിൽ നെറ്റാണ് കിട്ടിയത്. അപ്പം ഞാൻ ഇവിടുന്ന് ഷോളിൽ തുണി എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാ തുണികളും ഇവിടെ ഉണ്ട്. അങ്ങനെ അതിന് വേണ്ടിയുള്ള ഷോളിൻ്റെ തുണിയും പിന്നെ അതിന് വേണ്ടിയുള്ള ലൈസും വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.
അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പം ഇപ്പം പള്ളിയിൽ പോയി കയറി നിന്നു. അങ്ങനെ ഇപ്പം പള്ളിയിൽ പോയി നിസ്കരിക്കാൻ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് വന്ന് ഞങ്ങൾ വീണ്ടും പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ നിൽക്കിയിരുന്നു. അപ്പോൾ ഞാൻ എപ്പാണ്ട് പറഞ്ഞു വിശക്കുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള ഫലാഫൽ എന്ന് പറഞ്ഞ കടയിലാണ് കയറിയിരുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ. സീറ്റ് കിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ സീറ്റിന് വേണ്ടി കാത്തിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഇപ്പം സൂപ്പാണ് വാങ്ങിച്ചിരുന്നത്. എനിക്ക് സൂപ്പ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ലൈം ഓർഡർ ചെയ്തിരുന്നു. അപ്പം ഞാൻ ഇപ്പൊക്കെ സൂപ്പ് എത്തിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുടിച്ച് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓർഡർ ചെയ്ത 2 ലൈമും ഫലാഫിലും എത്തിയിരുന്നു. അപ്പം ഞാൻ ലൈം കുടിച്ച പാടെ തന്നെ ഫലാഫിൽ കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു ഫലാഫിൽ. അങ്ങനെ ഫലാഫിലൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാനത് കഴിച്ചതിന് ശേഷമാണ് ലൈം കുടിച്ചിരുന്നത്. അതിന് ഇപ്പോൾക്ക് ലൈം കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ പെപ്സി വാങ്ങിച്ചിരുന്നു. കൊക്കക്കോളയാണ് വാങ്ങിച്ചിരുന്നത്. അങ്ങനെ അതൊക്കെ കുടിച്ച് വീട്ടിലേക്കുള്ള പാഴ്സലൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയ പാടെ തന്നെ ഇപ്പാൻ്റെ അമ്മോൻ്റെ വീട്ടിലോട്ടൊക്കെ പോയിരുന്നത്. ഇപ്പാൻ്റെ അമ്മോനക്ക് കാലിന് വയ്യാത്തതുകൊണ്ട് അവരെ കാണാനാണ് പോയത്. അങ്ങനെ അവിടെയുള്ള വീഡിയോ ഒന്നും ഞാൻ ഇത് നിർത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങളവിടെ സംസാരിച്ച് കുറേ ഇരുന്ന്. അപ്പോൾ തന്നെ ഞങ്ങൾ കുടിക്കാനുള്ള ജ്യൂസ് തന്നിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞേക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബായ്.